ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തേക്കുസ്തേ ആഘോഷം. സ്ലീഹേ കാലത്തിലെ ആദ്യ ദിനം എന്നർത്ഥമുള്ള ഹദബ് ശംബ പരിശുദ്ധ കുർബാനയിൽ അറിയിക്കപ്പെടുന്ന വചനഭാഗങ്ങൾ. കെറിയാന ശുശ്രൂഷയിൽ പുറപ്പാട് എന്നർത്ഥമുള്ള മപ്കാന പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയും 20-ാം അധ്യായം 18 മുതൽ 20 വരെയും വാക്യങ്ങൾ. നടപടിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങൾ. ശൂറായ ശുശ്രൂഷയിൽ സങ്കീർത്തനം എന്നർത്ഥമുള്ള മസ്മോറ 104-ാം അധ്യായം 30-ാം വാക്യം. സ്ലീഹ ശുശ്രൂഷയിൽ കോറന്തോസുകാർക്കുള്ള പൗലോസ് സ്ലീഹായുടെ 1-ാം എങ്കർത്ത 12-ാം അധ്യായം 1 മുതൽ 27 വരെ വാക്യങ്ങൾ. സുമാറ ശുശ്രൂഷയിൽ മസ്മോറ 51-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. സ്വർസ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സ്വർസ യോഹന്നാന്റെ കാറോസൂസ, അതായത് ഉദ്ഘോഷണം 14-ാം അധ്യായം 15 മുതൽ 17 വരെയും 25 മുതൽ 26 വരെയും 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായം 15 വരെയും വാക്യങ്ങൾ. തുടർന്ന് ഈ അറിയിപ്പുകളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അറിയിപ്പിൻ്റെ വിവരണം മാർ സ്ലീവ ദേറായിൽ നിന്ന് ഇപ്പോൾ കേൾക്കാം. ഉദ്ധിതനീശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ശ്ലീഹന്മാരുടെ മേൽ ആവസിച്ച റൂഹാദ കുദിശായി പ്രത്യേകമായി ധ്യാനിക്കുന്ന സ്ലീഹേ കാലത്തിലെ ആദ്യ ദിനത്തിൽ നമ്മെ കുർബാനയിലെത്തിക്കുന്ന റൂഹാദ കുദിശായിക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. പന്തേക്കുസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാമത്തെ എന്നതാണ്. പന്തേക്കുസ്തേയിലാണല്ലോ റൂഹാദ കുദിശായുടെ അവരോഹണം ഉണ്ടായത്. മൂശ വഴി തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ആലാഹ ഇസ്രായേൽക്കാരെ രാജാളിയുടെ ചിറകുകളിൽ എന്ന പോലെ വഹിച്ച് തൻ്റെ പക്കൽ കൊണ്ടുവന്നു. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്താൽ ഭൂമിയിലെ മറ്റ് എല്ലാ ജനങ്ങളെക്കാൾ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവർ ആയിരിക്കും. മൂശേ വഴി ആലാഹ കൈമാറിയ വെളിപാട് തൻ്റെ കൽപ്പന പാലിക്കുക എന്നതാണ്. ഇടിയും മിന്നലും കാഹളധ്വനിയും പുകയുന്ന മലയും കണ്ട് ഭയപ്പെട്ട ജനത്തോട് മൂശേ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ പരീക്ഷിക്കുന്നതിനും തന്നെ പറ്റിയുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനുമാണ് ആലാഹ വന്നിരിക്കുന്നത്. അന്ന് ആലാഖ കാർമേഘത്തിലൂടെ മൂശയ്ക്ക് സന്നിഹിതനായി എങ്കിൽ ശ്ലീഹരുടെ മേൽ
അഗ്നി പോലെ പിളർന്നിരുന്ന നാവുകൾ ഇരുന്നു. അവർ റൂഹാദെ കുദിശായെ കൊണ്ട് നിറഞ്ഞു. ഇവ സംഭവിച്ചത് പന്തേക്കുസ്തേ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ ശ്ലീഹർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ്. ശ്ലീഹരുടെ പ്രഭാഷണങ്ങൾ ആലാഹായുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റിയുള്ളവ സ്വന്തം ഭാഷകളിൽ, മാതൃഭാഷകളിൽ ആലാഹായോട് ഭയമുള്ള യൂദർ കേട്ടു. യൂയേൽ നിവിയായെ ഉദ്ധരിച്ച് ശെമയോൻ കേപ്പ അറിയിക്കുന്നു. ആലാഹ അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ സംഭവിക്കുന്നതെന്തെന്നാൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ റൂഹായെ ചിന്തും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഉദ്ധിതനീശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാണ് നാം. നാമം വിളിച്ചപേക്ഷിക്കുന്നവരെങ്കിൽ നാം അവൻ്റെ കൽപ്പനകൾ പാലിക്കും. അവൻ്റെ റൂഹ നമ്മിൽ ആവസിക്കും. നാം രക്ഷ പ്രാപിക്കും. ശൂറായ ശുശ്രൂഷയിൽ മസ്മോറാം റൂഹാദെ കുദിശായുടെ പ്രവർത്തനങ്ങളെ പ്രഘോഷിക്കുന്നു. നിന്റെ റൂഹായെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമുഖത്തെ നവീകരിക്കുന്നു. ഇവിടെ കാണപ്പെടുന്ന സൃഷ്ടിക്കപ്പെടൽ ഉദ്ധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. റൂഹാദെ കുദിശായുടെ ആവാസം ഉദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കും. ശൂറായ സമയത്ത് പുരോഹിതൻ ഈ ദിവസത്തിൻ്റെ ആഘോഷം പ്രാർത്ഥനാപൂർവം അറിയിക്കുന്നു. റൂഹാദെ കുദിശായുടെ അവരോഹണത്തെ റൂഹാത്മഗീതികളാൽ നമുക്ക് വന്ദിക്കാം. ഉദ്ധിതനീശോ സ്വർഗത്തേക്ക് കരേറിയപ്പോൾ റൂഹാദെ കുദിശ ഭൂമിയിലേക്ക് അവരോഹണം ചെയ്തു. അതാണ് ഇവിടെ കാണുന്ന ധ്യാനം. ഉദ്ധാനം നൽകി സൃഷ്ടിക്കാനും നവീകരിക്കാനും റൂഹാദെ കുദിശ അവരോഹണം ചെയ്തു. ഈ നവീകരണം അഥവാ പവിത്രീകരണം ഉദ്ഘോഷിച്ചുകൊണ്ട് നമ്മുടെ കുർബാനയിൽ നിശംശാന പ്രാർത്ഥന അറിയിപ്പ് കൈമാറുന്നു. പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും റൂഹാദെ കുദിശായാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഈ യാഥാർത്ഥ്യത്തിൻ്റെ ധന്യത മനസ്സിലാക്കി ജനം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. റൂഹാദെ കുദിശായുടെ ആവാസത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. ഈശോ കർത്താവാണെന്ന് പറയുവാൻ റൂഹാദെ കുദിശ മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് അവനെ കർത്താവെന്ന് പ്രഖ്യാപിക്കുന്നത്. ഉദ്ധിതനിൽ വിശ്വസിക്കുവാനും അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും നാം റൂഹാദെ കുദിശായുടെ ആവാസത്താൽ നിറയേണ്ടിയിരിക്കുന്നു. വരങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്, എങ്കിലും റൂഹ ഒന്നേയുള്ളൂ. റൂഹ ഏകനാണെന്ന് റൂഹാവാസത്താൽ നിറഞ്ഞ് നമ്മുടെ കുർബാനയിൽ നാം ഏറ്റുപറയുന്നുണ്ടല്ലോ. ഏക ആവാ പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏക റൂഹ പരിശുദ്ധൻ, ശുഭഹാലാവ ഉ ലൗറാവൽ റൂഹ കന്ദീസ എന്നേക്കും ആമേൻ. കുർബാന കൈക്കൊള്ളുന്നതിന് മുൻപാണല്ലോ ഈ പരിശുദ്ധ രഹസ്യം ഇപ്രകാരം നാം ഏറ്റുപറയുന്നത്. റൂഹായുടെ വെളിപാട് ഓരോരുത്തനും
അവന് പ്രയോജനകരമായ വിധത്തിൽ നൽകപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ വചനം, അറിവിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തിവരം, ശക്തി, പ്രവാചകത്വം, ആത്മവിവേചനം, വിവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം എന്നിവ ഏകറൂഹായുടെ വിവിധ വരങ്ങളാണെന്നും എന്നാൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നതും തൻ്റെ ഇഷ്ടാനുസരണം എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുന്നതും ഒരേ റൂഹ തന്നെയാകുന്നു എന്നും ശ്ലീഹ പറയുന്നു. ഇവ ഏക ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ്. അവയവങ്ങൾ പലതുണ്ടെങ്കിലും ശരീരം ഒന്നു തന്നെയാണ്. ഒരു അവയവം മറ്റൊന്നിനോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്നു പറയാൻ നിവൃത്തിയില്ല. ബലഹീനങ്ങൾ എന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഇന്ന് റൂഹായുടെ ചില വരങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുകയും അവയുടെ പേരിൽ ഒച്ച വെച്ച് കാറി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ശ്ലീഹായുടെ ഉപദേശം നമുക്ക് ശിരസാ വഹിക്കാം. നമുക്കെല്ലാ വരങ്ങളും ആവശ്യമാണ്, ഉചിതമായ രീതിയിൽ. അതിനായി ഏക റൂഹായിൽ അഭയം തേടാം. റൂഹാദെ കുദിശ നമുക്കോരോരുത്തർക്കും മാമോദീസായിലൂടെ നൽകിയ വരങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കാം, അതിലെപ്പോഴും ആയിരിക്കാം. നാം എല്ലാവരും യൂതരാകട്ടെ, വിജാതീയരാകട്ടെ, അടിമകളാകട്ടെ, സ്വതന്ത്രരാകട്ടെ, ഒരേ റൂഹായിൽ ഏക ശരീരമായി മാമോദീസ സ്വീകരിക്കുകയും എല്ലാവരും ഒരേ റൂഹായെ പാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മിശീഹായുടെ ശരീരവും നിങ്ങളുടെ നിയുക്ത സ്ഥാനത്തെ അവയവങ്ങളുമാകുന്നു. നാം മിശീഹായുടെ ശരീരമായ പള്ളിയിലെ അവയവങ്ങളാണ്. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ശ്ലീഹ എത്ര മനോഹരമായാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന സഹിക്കുന്നു. ഒരവയവം മാനിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും മാനിക്കപ്പെടുകയും ചെയ്യുന്നു. സ്നേഹമെന്ന ശ്രേഷ്ഠവരമുള്ളവർക്കേ ഈ ജീവിത ശൈലിയിലേക്ക് വരാനാവൂ. മാമോദീസായിൽ ഒരേ റൂഹായെ പാനം ചെയ്തവരാണ് നാം. ഉദ്ധിതനീശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ വരങ്ങൾ നമുക്കായി കൈമാറുന്ന ഏക റൂഹായെ തന്നെ നമുക്ക് കൈക്കൊള്ളാൻ കിട്ടുന്ന പരിശുദ്ധ കുർബാനയെ നമുക്ക് സന്തോഷത്തോടെ സമീപിക്കാം. ഓരോരുത്തരും നമുക്ക് കിട്ടിയ റൂഹാ വരത്തെ നന്ദിയോടെ കണ്ട് മറ്റു വരങ്ങളെ ആദരവോടെ കരുതണം. ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുത്, ചെറുത് എന്ന് കാണുന്നതിലുപരി ശുശ്രൂഷ മനോഭാവത്തിൽ ശ്രേഷ്ഠവരമായ സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല എന്ന് വിശ്വസിച്ച് സ്നേഹമുള്ളവരായിരിക്കുവാൻ അതാഗ്രഹിച്ച് സ്നേഹമായ ആലാഹായുടെ പിന്നാലെ സഞ്ചരിക്കാം. സുമാറ ശുശ്രൂഷയിൽ മസ്മോറായിൽ നിർമ്മല ഹൃദയം സൃഷ്ടിക്കാനുള്ള ഉറപ്പുള്ള റൂഹായായി റൂഹാദെ കുദിശായെ കാണുന്നു. തിരുസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടാതിരിക്കാൻ റൂഹാദെ കുദിശായെ ആഗ്രഹിക്കാം. അനുദപിച്ച് റൂഹാദെ കുദിശായിക്കായി ആഗ്രഹിച്ചു തിരിച്ചു വരുന്നയാളുടെ പ്രാർത്ഥനയാണിത്. ആലാഹായെ, എന്നിലൊരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കണമേ. ഉറപ്പുള്ള നിന്റെ റൂഹായെ എൻ്റെ ഉള്ളിൽ നവീകരിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെന്നെ
തിരസ്കരിക്കരുതേ. നിന്റെ റൂഹാതെ കുദിശായെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ മാധുര്യവും രക്ഷയും എനിക്ക് വീണ്ടും തരണമേ. നിന്റെ മഹനീയമായ റൂഹ എന്നെ താങ്ങി നിർത്തട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. സ്നേഹം റൂഹാതെ കുദിശ നൽകുന്ന ഉന്നത വരമാണെന്ന് നാം കണ്ടു. അത് നമ്മിലുണ്ടെങ്കിൽ നാം ഈശോയുടെ കൽപ്പനകൾ പാലിക്കും. കൽപ്പനകളുടെ പാലനമാണ് നാം ഉദ്ധിതൻ ഈശോയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ്. ഉദ്ധിതൻ ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവൻ ഇഹത്തിൽ നിന്ന് വിടവാങ്ങുമ്പോഴും നമുക്കായി കൈമാറുന്ന വാഗ്ദാനം. ഞാൻ എൻ്റെ ആവായോട് ചോദിക്കും, എന്നേക്കും നിങ്ങളോടൊത്തുണ്ടായിരിക്കുന്നതിന് വേറൊരു പാറക്ലേത്തായി അവൻ നിങ്ങൾക്ക് നൽകും. ലോകത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത ആ സത്യറൂഹായെ തന്നെ. എന്തെന്നാൽ അത് അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. പാറക്ലേത്ത എന്ന പദത്തിന് മധ്യസ്ഥൻ, ആശ്വാസപ്രദൻ, ആശ്വസിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. റൂഹാതെ കുദിശ നമുക്ക് ഉദ്ധിതനീശോ വാഗ്ദാനം ചെയ്ത മധ്യസ്ഥനാണ്, ആശ്വാസപ്രദനാണ്. ഉദ്ധാന ആശ്വാസം കൈമാറുന്നവനാണ് റൂഹാതെ കുദിശ. സ്ലീഹരെ റൂഹായെ അറിയുന്നവർ എന്നാണ് ഈശോ വിശേഷിപ്പിച്ചത്. എന്തെന്നാൽ അവൻ നിങ്ങളോടൊത്തു വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ നിന്നാണ് ആവായെയും റൂഹായെയും നാം കൂടുതലായി അറിയുന്നത്. എന്നാൽ റൂഹായിലൂടെയാണ് നാം പൂർണ്ണമായി ഉദ്ധിതനീശോയെ അറിയുന്നത്. എന്നാൽ എൻ്റെ നാമത്തിൽ ആവ അയക്കുന്ന റൂഹാതെ കുദിശ ആയ പാറക്ലേത്ത തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. റൂഹാതെ കുദിശ പഠിപ്പിക്കുന്നവനാണ്, ഓർമ്മിപ്പിക്കുന്നവനാണ്. ഈശോ നമ്മോട് പറഞ്ഞവ നമ്മെ ഓർമ്മിപ്പിക്കുന്നവൻ, അതായത് ഉദ്ധിതനീശോയെ നമ്മിൽ നിലനിർത്തുന്നവൻ. ഉദ്ധിതനീശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ നമുക്ക് ശക്തി നൽകുന്നവനാണ് റൂഹാതെ കുദിശ. ഈശോ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിപ്പിക്കാനോ ഓർമ്മിപ്പിക്കാനോയല്ല റൂഹാതെ കുദിശായുടെ അവരോഹണം. മറിച്ച് ഉദ്ധിതനീശോയെ തൻ്റെ ആവാസത്താൽ നമുക്കായി കൈമാറുന്നവനാണ് റൂഹാതെ കുദിശ. സത്യത്തിൻ്റെ റൂഹ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യ സാകല്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ഒന്നും പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നതെല്ലാം അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് എന്നെയും മഹത്വപ്പെടുത്തും. ഈശോയെ മഹത്വപ്പെടുത്തുന്നവനാണ് റൂഹാതെ കുദിശ. എൻ്റെ ആവായുടെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന പാറക്ലേത്ത, എൻ്റെ ആവായുടെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യറൂഹ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും. ആവായിൽ നിന്ന് പുറപ്പെടുന്ന സത്യറൂഹായാണ് റൂഹാതെ കുദിശ.
അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം ഈ സത്യം ഏറ്റുപറയുന്നത്. ആ വായിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ റൂഹായും ജീവിപ്പിക്കുന്ന റൂഹായുമായ ഏക റൂഹാദ കുദിശായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉദ്ധിതൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനാണ് റൂഹാദ കുദിശ വരുന്നതെന്ന് ഈശോ തന്നെ പഠിപ്പിച്ചുവല്ലോ. റൂഹാദ കുദിശായെ കുറിച്ചുള്ള സംഭാഷണത്തിനിടയിൽ ഈശോ നാം നേരിടാൻ പോകുന്ന സഹനത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ അവർ നിങ്ങളെ സംഘങ്ങളിൽ നിന്ന് പുറംതള്ളും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ആലാഖായിക്ക് കുർബാന അർപ്പിക്കുകയാണ് എന്ന് കരുതുന്ന സമയം വരും. തൻ്റെ ശരീരമായ ശ്ലൈഹിക പള്ളി നേരിടാൻ പോകുന്ന സഹനത്തിൽ ഉത്ഥാന ധൈര്യം നൽകി ആശ്വാസപ്രദനായി കൂടെ ആയിരിക്കുവാൻ ഈശോ നൽകിയ ഉറപ്പാണ് റൂഹാദ കുദിശ. ദുഃഖപൂരിതരായ ശ്ലീഹരോട് ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നില്ലെങ്കിൽ പാറക്ലേത്ത നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. ആശ്വാസപ്രദനെ അയക്കാനായി സ്വയം വിടവാങ്ങുന്ന ഈശോ. ഇത്രയുമൊക്കെ ശൂന്യവത്കരണം ഈശോയല്ലാതെ ആരാണ് വെളിപ്പെടുത്തിയത്? എന്നിട്ടും ആത്മീയ രംഗത്തുപോലും പേരിനും പദവിക്കും പെരുമയ്ക്കും മറ്റ് അധികാര സ്വാധീനങ്ങൾക്കും മറ്റു വിവിധ അധികാര പദവികൾക്കും വേണ്ടി പലരും രഹസ്യവും പരസ്യവുമായി കരുക്കൾ നീക്കുമ്പോൾ ഉദ്ധിതൻ ഈശോയുടെ ശൂന്യവത്കരണം നമുക്ക് അനുതാപമേകട്ടെ. നമ്മുടെ കുർബാന ഓർമ്മയാചരണമാണ്. റൂഹാദ കുദിശ ഈ ഓർമ്മയാചരണത്തിന് കാരണമായി ഉദ്ധിതൻ ഈശോയെ നമുക്ക് കൈമാറാൻ കുർബാനയിൽ വന്നു വസിക്കുന്നു. മദ്ബഹായിലെ ശുശ്രൂഷകളെല്ലാം ആലാഹ സാന്നിധ്യത്താൽ നിറയപ്പെടുന്നത് ഓർമ്മിപ്പിക്കുന്നവനായ റൂഹാദ കുദിശ വന്ന് വസിക്കുമ്പോഴാണ്. പരിശുദ്ധ കുർബാന റൂഹാദ കുദിശായാൽ പവിത്രീകരിക്കപ്പെടാനുള്ള ഉന്നത രഹസ്യമാണെന്ന് മനസ്സിലാക്കി നമുക്ക് എഴുന്നേറ്റ് റൂഹാവാസത്താൽ നിറഞ്ഞ് ഉദ്ധിതൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം. റൂഹാദ കുദിശായുടെ ഉന്നതപരമായ സ്നേഹം നമ്മിൽ എക്കാലവും നിലനിൽക്കാൻ വിശ്വാസത്തോടെ നമുക്ക് ഈ കുർബാന തുടരാം. ശംശാനയുടെ പ്രാർത്ഥന നമുക്കെന്നും ഓർക്കാം. പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും റൂഹാദ കുദിശായാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. Amugo